നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി ഭരണത്തിന് കീഴിൽ മന്ത്രിമാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായീകരിക്കുക, മെഴുകുക, ക്യാപ്സൂൾ ഇറക്കുക, അല്ലാതെ അവർക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പ് ഭരിക്കാനൊന്നും അവർക്ക് സമയമില്ല. ADGP MR അജിത് കുമാറിന്റെ കാല് നക്കുകയാണ് എല്ലാവരും രംഗത്ത് വന്ന് ഇപ്പോൾ MR അജിത് കുമാറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്വവും ജനങ്ങളോട് എന്തു കൂറുമാണ് ഉള്ളത്? വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് MR അജിത് കുമാർ. ഈ അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് മന്ത്രിമാർക്ക് തിടുക്കം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസാബലയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിൽ LDF-ൽ ഇപ്പോൾ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വിഷയം ഗൗരവമായി കാണണമെന്ന് CPI നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ വിഷയത്തെ നിസാരവൽക്കരിക്കുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ മന്ത്രി MP രാജേഷ് ഒക്കെ രംഗത്ത് വന്നിട്ട് MR അജിത് കുമാറിന്റെ ന്യായീകരിക്കാനുള്ള അടങ്കൽ ഏറ്റെടുത്തിരിക്കുകയാണ്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP അജിത് കുമാർ സമ്മതിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് അതുകൊണ്ട് എന്താണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും ഇതേ രീതിയിലാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. ADGP എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഉത്തരവാദിത്തമേൽക്കണമെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നത്. ADGP CPM നേതാവല്ലെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. അതെ, അതുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഉറക്കത്തിൽ പോലും MR അജിത് കുമാറിനെ കൈവിടാത്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് എന്തിനാണെന്ന് കേരളത്തിന് അറിയാൻ ആകാംക്ഷയുണ്ടെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നത്. RSSന്റെ മേധാവിയുമായി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തൃശൂർ പൂരം കലക്കൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് താൻ ഈ ചോദ്യം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPIക്കെങ്കിലും കുറച്ച് ബോധമുണ്ടല്ലോ, ആശ്വാസം. ഗോവിന്ദൻ ചോദിക്കുന്നത് ADGP എവിടെ പോയാലും ഞങ്ങൾക്ക് എന്താണ് എന്നാണ്. ഇപ്പോൾ ബിനോയ് വിശ്വം കൃത്യമായി അതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ് താൻ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന്. അജിത് കുമാറിന് എവിടെ വേണമെങ്കിലും പോകാം, അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ADGP MR അജിത് കുമാറിന് RSS നേതാവുമായി എന്താണ് ബന്ധം? കാരണം പിണറായി വിജയനും EP ജയരാജനും ഒക്കെ BJP RSS നേതാക്കളെ ഒക്കെ കണ്ടതും സംസാരിച്ചതും ഒക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ വന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ തന്നെ പോയി RSS നേതാവിനെ കണ്ടിരിക്കുന്നത്. അതിൽ ചോദ്യം വന്നാൽ വിറളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഗോവിന്ദൻ. അജിത് കുമാർ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ളതാണെന്ന് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കുന്നതിനായി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ADGP RSS നേതൃത്വത്തെ കണ്ടതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ഇടത് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വ്യക്തമാക്കി. ചക്രവ്യൂഹത്തിൽപ്പെട്ട സ്ഥിതിയാണ് പിണറായി വിജയൻ ഉള്ളതെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ നേടാൻ ഏറ്റവും വിശ്വസ്തൻ ADGP ആണെന്ന് മനസ്സിലാക്കി. കാരണം ADGPക്ക് BJPയുമായി നല്ല ബന്ധമുണ്ട്. നാളെ കേരളം കൈവിട്ടാലും ഡൽഹിയിൽ മോദി ഉണ്ടല്ലോ എന്ന ധൈര്യമാണല്ലോ അജിത് കുമാറിന്. അല്ലെങ്കിൽ ഇത്ര ധൈര്യം ഒരു ADGP കാണിക്കുമോ? അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. അജിത് കുമാർ ഒരു സ്വകാര്യ വാഹനത്തിൽ തൃശൂരിലെത്തി RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ 2 ദിവസമായി മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇതിൽ നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന്. സത്യം പുറത്തു വന്നു. അജിത് കുമാർ കണ്ടു. പക്ഷേ അത് വ്യക്തിപരമായിട്ടാണ്. എന്ത് വ്യക്തിപരം? മുരളീധരൻ ചോദിച്ചു. എന്തായാലും വലിയൊരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ രക്ഷിച്ചെടുക്കാൻ പിണറായി എന്തും ചെയ്യുമെന്ന്. കാരണം ഒരു ഡീല് വെച്ചിട്ടുണ്ട് കേന്ദ്രവുമായി, മകളെ രക്ഷിച്ചെടുക്കാൻ തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട് എന്ന്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുനിൽകുമാർ ഉൾപ്പെടെ, അതായത് CPM, അതായത് ഇടതുപക്ഷത്ത് നിന്ന് തന്നെ സഖാക്കൾ ആരോപണം ശക്തമാക്കുകയാണ്. എന്തിനാണ് അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് എന്ന്. പക്ഷെ മറുപടി പറയേണ്ടവരെല്ലാം മൗനത്തിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.